നമസ്കാരം. കഴിഞ്ഞ ദിവസം രാസ്ത എന്ന് പറഞ്ഞൊരു പടത്തിന്റെ റിലീസുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ണി വ്ളോഗ്സ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിൽ ഒരു റിവ്യൂ ഇടുകയുണ്ടായി. നമ്മുടെ ഉണ്ണി വ്ളോഗ്സിൽ പുള്ളി ഒരു വീഡിയോ ഇടുകയുണ്ടായി. വീഡിയോ ഇട്ടതിന്റെ പശ്ചാത്തലത്തിൽ അതിന്റെ സംവിധായകൻ നമ്മുടെ അനീഷ് അൻവർ, സക്കറിയുടെ ഗർഭിണികൾ എന്നൊക്കെ പറഞ്ഞ് എടുത്തിട്ട് കേരള സർക്കാർ എന്താ വെച്ചാൽ അവാർഡൊക്കെ മേടിച്ചിട്ടുള്ള ആളാണെന്നാണ് ഞാൻ കേട്ടത്. അതിൽ പറയണ്ടായിരുന്നു. പക്ഷെ എനിക്ക് പുള്ളിനെ ഞാൻ ഇതുവരെ കണ്ടിട്ടൊന്നുമില്ല. പക്ഷെ അങ്ങനെ കേരള സർക്കാരിന്റെ ചലച്ചിത്ര പുരസ്കാരം നേടിയ ഒരാൾ എന്നൊക്കെയാണ് പറഞ്ഞത്. അങ്ങനെ അനീഷ് അൻവർ എന്നാണ് പുള്ളിന്റെ പേര്. ആ സംവിധായകനെ വിളിച്ചിട്ട് പുള്ളിന്റെ വീട്ടിലുള്ളവരിനെ അല്ലാതെ മൊത്തം ഒരു വധഭീഷണി കാര്യങ്ങളെല്ലാം വെച്ചിട്ട് ഒരുമാതിരി തെറി. രാസ്ത എന്ന് പറഞ്ഞ പടത്തിന്റെ നെഗറ്റീവ് റിവ്യൂ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഭയങ്കര രീതിയിൽ വീട്ടിലെ അമ്മയ്ക്കും എല്ലാവരും അത്രയും അസഭ്യമായിട്ടുള്ള വാക്കുകളും കാര്യങ്ങളെല്ലാം പറഞ്ഞ് പുള്ളി നമ്മുടെ ഉണ്ണി വ്ളോഗ്സ് അത് കേസാക്കി FIR ഇട്ടു എന്നൊക്കെ പറഞ്ഞ അപ്ഡേഷൻ നമ്മളെ പുള്ളിന്റെ യൂട്യൂബ് ചാനൽ കണ്ടാണ്. പക്ഷെ ഒരു സിനിമാക്കാരൻ എന്നുള്ള ലെവലിൽ, സംവിധായകൻ എന്നുള്ള ലെവലിൽ എന്തിനാണ് ഒരു പടം മോശമായി ഇത്ര രോക്ഷം കൊള്ളണം എന്നുള്ള കാര്യം മനസ്സിലാവുന്നില്ല. എല്ലാ ഫ്ലോപ്പും ഒരു പടം ഫ്ലോപ്പായി കഴിഞ്ഞാൽ അപ്പോൾ വന്ന് പ്രസ് മീറ്റിലിരിക്കും. റിവ്യൂ കൊണ്ടാണ് ഈ പടം പൊളിഞ്ഞത്, അല്ലാതെ കഥയിലുണ്ടായിരുന്ന പ്രശ്നമല്ല എന്ന്. വെറുതെ ഈ പ്രൊഡ്യൂസർമാരുടെ കണ്ണിൽ പൊടിവാരി ഇടാനെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയമില്ല. അപ്പോൾ അതിങ്ങനെ നീറിപ്പോഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന്റെ അപ്ഡേഷൻ കാര്യങ്ങളെല്ലാം നമ്മുടെ ഉണ്ണി വ്ളോഗ്സ് യൂട്യൂബ് ചാനലിലൂടെ ഇങ്ങനെ തന്നിരിക്കുന്നുണ്ട്. ഇതിങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ നിലവിൽ തന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ അനീഷ് അൻവർ എന്ന് പറഞ്ഞ സംവിധായകന്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ്. ഒരു ക്ഷമാപണം, നമ്മൾ ഉണ്ണി വ്ളോഗ്സിന് തെറി പറഞ്ഞല്ലോ, അതിൽ ഒരു കുറ്റബോധം വന്നിട്ട് പുള്ളിക്കാരൻ പരസ്യമായിട്ട് വന്നിട്ട് പോസ്റ്റിലൂടെ ക്ഷമാപണം നടത്തിയിട്ടുണ്ട്. അത് ഇങ്ങനെയാണ്: ഡിയേഴ്സ്, ഞാൻ അനീഷ് അൻവർ. എൻ്റെ പുതിയ സിനിമ രാസ്ത ഇറങ്ങിയപ്പോൾ ഉണ്ണി വ്ളോഗ്സിൽ അതിൻ്റെ റിവ്യൂ വീഡിയോയുമായി ബന്ധപ്പെട്ട് അദ്ദേഹവുമായി ഫോൺ സംഭാഷണം ഉണ്ടാവുകയും അപ്പോഴത്തെ എൻ്റെ മാനസികാവസ്ഥയിൽ അദ്ദേഹത്തെ വിഷമിപ്പിക്കുന്ന രീതിയിൽ എനിക്ക് സംസാരിക്കേണ്ടി വരികയും ചെയ്തു. കഴിഞ്ഞ 3 ആഴ്ചയായി അതുമായി ബന്ധപ്പെട്ട് വല്ലാതെ വിഷമിച്ചു പോയ ദിവസങ്ങളായിരുന്നു. മാനസികമായി ഒരുപാട് തളർന്നു പോയിരുന്നു. അദ്ദേഹത്തിന്റെ അവസ്ഥയും അങ്ങനെ ആയിരിക്കുമെന്ന് കരുതുന്നു. തീർച്ചയായും അദ്ദേഹത്തിന്റെ അമ്മയെ അപമാനിക്കുന്ന രീതിയിൽ സംസാരിച്ചു പോയതിൽ അദ്ദേഹത്തോടും അദ്ദേഹത്തിന്റെ അമ്മയോട് പ്രത്യേകിച്ച് ബ്രാക്കറ്റിൽ ആത്മാർത്ഥമായി ക്ഷമ ചോദിക്കുകയാണ്. സത്യത്തിൽ അമ്മയെ നേരിട്ട് കണ്ട് ക്ഷമ ചോദിക്കാനും ആഗ്രഹമുണ്ട്. കുറച്ചു സമയത്തേക്ക് ഞാനല്ലാതായിപ്പോയി. ഞാൻ എന്റെ മറ്റു സംഭാഷണങ്ങൾ ഉണ്ണിക്ക് ജാതി അധിക്ഷേപവുമായി തോന്നുകയും ചെയ്തു എന്ന് എനിക്ക് പിന്നീട് മനസ്സിലായി. ഒരിക്കലും അത് മനഃപൂർവ്വം ചെയ്തതല്ല. മനഃപൂർവ്വം അധിക്ഷേപിക്കാനോ വിഷമിപ്പിക്കാനോ വേണ്ടി പറഞ്ഞതല്ല ഒന്നും. ആ സമയത്ത് എന്റെ ഇമോഷൻസ് എന്റെ പുറത്ത് സംഭവിച്ചു പോയ പിഴവുകളാണ്. അദ്ദേഹം അത് മനസ്സിലാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ ഒരിക്കലും അത്തരത്തിലൊരാളല്ല. എന്റെ പരാമർശങ്ങൾ ഉണ്ണിയെ വേദനിപ്പിച്ചതിൽ ആത്മാർത്ഥമായി ക്ഷമ ചോദിക്കുന്നു. എന്റെ പ്രവൃത്തി കൊണ്ട് വിഷമിപ്പിച്ച ഓരോരുത്തരോടും ഈ അവസരത്തിൽ എന്റെ ഖേദം അറിയിക്കുകയാണ്. ഉണ്ണിക്കോ അദ്ദേഹവുമായി ബന്ധപ്പെട്ട ആർക്കോ ഇതിന്റെ പേരിൽ ഒരു ഉപദ്രവവും എന്നിൽ നിന്നോ എന്റെ ബന്ധുമിത്രാദികളിൽ നിന്നോ ഉണ്ടാവില്ലെന്ന് ഞാൻ ഉറപ്പു തരുന്നു. നിറഞ്ഞ ആത്മാർത്ഥതയോടെയാണ് ഞാൻ ഈ എഴുത്ത് ഇവിടെ പോസ്റ്റ് ചെയ്യുന്നത്. വിശ്വസ്തയോടെ, അനീഷ് അൻവർ എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ആ ഒരു പോസ്റ്റ്, ഇപ്പൊ ഉണ്ടായ ആ ഒരു ബോധം ആ കോള് ചെയ്യുന്നതിന്റെ തൊട്ട് മുമ്പ് ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയൊരു പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. ഉണ്ണി വ്ളോഗ്സ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിൽ നമ്മൾ വീഡിയോ കണ്ടിരിക്കുമ്പോൾ വെച്ചടിച്ച് എന്താ പറയാ അണ്ണാക്കി തരുന്ന പോലെയുള്ള ഒരു റിവ്യൂ അല്ല പുള്ളി തരുന്നത്. അശ്വന്ത് കോക്കിന്റെ റിവ്യൂ വേറെ, നമ്മുടെ ഉണ്ണി വ്ളോഗ്സിന്റെ റിവ്യൂ വേറെ. എല്ലാ മോശം പടത്തിനും ഒരു പോസിറ്റീവ് കണ്ടെത്തി സംസാരിക്കുന്ന ഒരാളാണ് ഉണ്ണി വ്ളോഗ്സ്. അത് മനസ്സിലാക്കാൻ പറ്റാത്ത കാരണം വേറെ ഒന്നുമല്ല, അന്ന് ആദ്യ പടം റിലീസ് ചെയ്ത് ആദ്യം റിവ്യൂ വന്നത് ഉണ്ണി വ്ളോഗ്സിന്റെ കയ്യിലാണ്. അതുകൊണ്ടായിരിക്കും. അതിനുശേഷം അശ്വന്ത് കോക്കിന്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ട് വായി തുറന്നില്ല? അതാണ് ഞാൻ പറഞ്ഞത്. ഒരാളിനെ വിളിച്ചൊരു അധിക്ഷേപിക്കുമ്പോൾ ആ മാനസികാവസ്ഥ ഞാനല്ലാതായി പോയി പറയുമ്പോൾ എന്താ കഞ്ചാവ് അടിച്ചിട്ടാണ് വെള്ളം അടിച്ചിട്ടാണ് വിളിച്ചിട്ടുണ്ടായിരുന്നു, ഒരു ബോധമില്ലാതെ സംസാരിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഭീഷണിപ്പെടുത്തുക, എനിക്ക് ഒരു കൊല്ലും എനിക്ക് പുത്തിരിയല്ല, ഞാൻ കൊല്ലാൻ പോണ്, അങ്ങനെ ചെയ്യാൻ പോണു ഇങ്ങനെ ചെയ്യാൻ പോകുന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ എന്തിനാ ഒരു പടം മോശമായി കഴിഞ്ഞാൽ എന്തിന് ഇത്രത്തോളം ഒരു ഇതാകുന്നത്? ഒരു വലിയ രീതിയിലുള്ള ഈ ക്യാൻവാസിൽ വരുന്ന ഒരു പടം പോലെയാണ് ഈ ചെറിയ രീതിയിൽ, അത് കണ്ടന്റ് മോശമായിട്ട് വരുന്ന ഒരു പടം എങ്ങനെ തിയേറ്ററിൽ കളിക്കാനാണ്?
അത് മനസ്സിലാക്കുന്നുണ്ടാ? അതൊന്നും മനസ്സിലാക്കുന്നില്ല. റിവ്യൂ കൊണ്ടാണ് ഇവിടെ പടം പൊളിയുന്നത്, റിവ്യൂ കൊണ്ടാണ് പറയുന്നത്. എന്ത് റിവ്യൂ? നല്ല ഒരു പ്രൊഡക്റ്റ് കൊണ്ട് വെക്കാതെ ചീഞ്ഞളിഞ്ഞ സാധനം കൊണ്ട് വെച്ചിട്ട് ഇത് നിങ്ങൾ കഴിക്കുന്നൊക്കെ പറഞ്ഞിട്ട് അണ്ണായി കുത്തിത്തരാ, എന്നിട്ടും ഇതില്ലേ ഛർദിക്കും. അമ്മാതിരിയാണ് ഇങ്ങനെയുള്ള സിനിമകളൊക്കെ, ഓരോരോ സിനിമകൾ എടുക്കുന്നത്. രാസ്ത അങ്ങനെയാണെന്നല്ല പറഞ്ഞത്, അങ്ങനെയുള്ള കുറെ ചവറ പടങ്ങളുണ്ട് ഇങ്ങനെ നമ്മളെ അടിച്ചേൽപ്പിക്കുന്ന കാര്യത്തിൽ. മോശം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഒരു പ്രസ് മീറ്റ് വിളിക്കും, റിവ്യൂ അങ്ങനെയാണ്, റിവ്യൂ ഉണ്ട് ഇങ്ങനെ ചെയ്തു, റിവ്യൂ അങ്ങനെ പോയി ഇങ്ങനെ പോയി എന്നൊക്കെ പറഞ്ഞിട്ട്. വല്ലാത്തൊരു തന്നെയാണ് അത്. ഇപ്പൊ ഉണ്ടായിരുന്ന ബോധം ആ സമയത്ത് ഉണ്ടായിരുന്നു, ഇപ്പൊ ഇത്രയും പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞു തെറി പറഞ്ഞോ, ഈ പറഞ്ഞ റിവ്യൂ പറയുന്ന ഒരാളിനെ തെറി പറഞ്ഞോ? എന്തിന് കുടുംബത്തിലും വീട്ടിലുള്ളവരിനെയൊക്കെ പറയുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു ഇത്. അതും വല്ലാത്തൊരിതാണേ. വീട്ടുകാരനെ തെറി പറയുന്നതിന്റെ ഒരു ചേതോപകാരം എന്താണെന്ന് മനസ്സിലായി. ഇതേ വീട്ടുകാരും നിങ്ങളുടെ വീട്ടിലുണ്ടെന്നുള്ളൊരു ബോധം ഇല്ലാത്തത് എന്തുകൊണ്ടാണ്? എന്നിട്ട് അതിന് പ്രത്യേകിച്ച് മാപ്പ്, ഇതിങ്ങനെയാണ് മാപ്പ് പറയുന്നത്, ഒരു എഴുതിയിട്ടാണ് മാപ്പ് പറയുന്നത്. നിങ്ങൾ ഏത് രീതിയിൽ ഏത് ഭാഷയിലാണ് നിങ്ങൾ വിളിച്ച് സംസാരിച്ച് അവൻ്റെ പറഞ്ഞ അതേ വിളി സംസാരവും വെച്ചിട്ട് വേണം നിങ്ങൾ മാപ്പ് പറയാൻ. വീട്ടിലിരിക്കുന്ന അമ്മ എന്ത് ചെയ്തു, പെങ്ങളെന്ത് ചെയ്ത്? അതുകൊണ്ട് ഇതൊക്കെ ശരിക്കും മോശം. സിനിമാക്കാർക്ക് വരെ പേരുദോഷം ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഓരോരോ പെരുമാറ്റങ്ങളാണ് പലവരുടെയും രീതിയിൽ ഉണ്ടാവുന്നത്. അതെല്ലാം പ്രൊഡ്യൂസർമാരുടെ കണ്ണിൽ പൊടിയിടാനാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഈ മൊത്തത്തിലൊരു ഒരാൾ ചെയ്തു കഴിഞ്ഞാൽ മൊത്തത്തിൽ അത് പേരുദോഷം ഉണ്ടാക്കി വരുന്നത്. അപ്പം അതിന് കേസും കാര്യങ്ങളെല്ലാം അന്ന് എന്താ പറയുക, വീഡിയോ ഓൺ ആക്കിയതുകൊണ്ടാണ് ഉണ്ണി വ്ലോഗ്സ് എന്ന് പറഞ്ഞ ആളിന് പുള്ളിക്കാരൻ്റെ ആ ഒരു വീഡിയോയിൽ പുള്ളി തിരിച്ചൊന്നും പറയാണ്ടിരുന്നത്. പുള്ളി മാന്യമായിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞു. പക്ഷെ ഇവിടെ നിന്ന് അമ്മാതിരി തെറികളും കാര്യങ്ങളൊക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതും പച്ചത്തെറികൾ. അതും അതാണ് ഞാൻ പറഞ്ഞത്. അന്നത്തെ ഒരു മാനസികാവസ്ഥ പറയുമ്പോൾ എന്ത് മാനസികാവസ്ഥയാണെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലാവുന്നില്ല. അതാ പ്രശ്നം. ഒരു പടം മോശമായി കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ആവുമോ? എന്തുകൊണ്ട് ആ റിവ്യൂ പറഞ്ഞുകൊണ്ടായിരിക്കും ചിലപ്പോൾ പടം ഒരാഴ്ച കഴിഞ്ഞ് തിയേറ്ററിൽ നിന്ന് എടുത്ത് മാറ്റിയതല്ലേ. നല്ല പടമാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴും കളിക്കുമല്ലോ. നേരെ അതിനൊരു ഉദാഹരണമല്ലേ. നല്ല പടമാണെന്നുണ്ടെങ്കിൽ തിയേറ്ററിൽ കളിക്കും. അതാരും മനസ്സിലാക്കുന്നില്ല. റിവ്യൂ കൊണ്ടുള്ള പ്രശ്നമാണെന്നൊക്കെയാണ് ഇപ്പോൾ പറയുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നവരാണ് സിനിമ ഇൻഡസ്ട്രിക്ക് ബാധ്യത. ഈ പ്രൊഡ്യൂസർമാരുടെ പൈസ കളയാൻ നിൽക്കുന്നവർ എന്നുള്ളൊരു ഇതൊക്കെ വരുന്നത്. അതുകൊണ്ട് ഇനി ഇങ്ങനെ ഒരു അനിഷ്ട സംഭവം ഉണ്ടാവാതിരിക്കട്ടെ. വെറുതെ ഇവിടെ വന്നിട്ട് അവിടെ അതിനെ തെറി പറഞ്ഞു, ഇവിടെ തെറി പറഞ്ഞു. ഇതിനു മുമ്പ് നമ്മൾ സീക്രട്ട് ഏജന്റിനെ തെറി പറഞ്ഞു, ഉണ്ണിമൂന്നിന്റെ കാര്യം പറഞ്ഞു. ഇപ്പോൾ സൈലന്റ് ആയല്ലോ. ഇത് റിവ്യൂ പറയുന്ന ഇല്ല. അതങ്ങനെ തന്നെ വെറുതെ ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കുക എന്നല്ലാതെ ഇതിന്റെ അപ്പുറത്തേക്കൊന്നും വേറൊന്നും നിലവിൽ പോകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇനിയെങ്കിലും ശ്രദ്ധിച്ചാൽ നല്ലത്. കാരണം വേറൊന്നുമല്ല, വീട്ടിലിരിക്കുന്നവരൊന്നും ചെയ്തിട്ടില്ല. അവരുടെയൊക്കെ ഇമ്മാതിരി തെറി പറഞ്ഞിട്ടൊന്നും ഒരു ഇതില്ല. കാരണം ഒരു അമ്മനെ കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ അപ്പോൾ ആ വീട്ടിൽ പറയുന്ന ഒരാളുടെ വീട്ടിൽ ഇങ്ങനെ ഒരു അമ്മയുണ്ട്, ഈ പറയുന്ന സാധനങ്ങളൊക്കെ അമ്മയ്ക്കുണ്ട് എന്നുള്ള ഒരു ബോധം വന്നാൽ അത്രയും നല്ലത്. സിനിമാക്കാരാണെന്ന് പറഞ്ഞിട്ട് എന്തും തോന്നിയ അവസ്ഥ ഒന്നും വിളിച്ച് പറയാനുള്ളൊരു ഇതല്ല. അതാദ്യം മനസ്സിലാക്കി അത് നല്ലത്.